മലയാളത്തിൽ ആക്ച്വലി മമ്മൂക്കയുടെ തന്നെയാണ് ആദ്യം കഥ പറഞ്ഞത്. അത് മമ്മൂക്കയുടെ ഡേറ്റിൻ്റെ പ്രശ്നം കൊണ്ട് മമ്മൂക്ക 1.5 വർഷം വെയിറ്റ് ചെയ്യണം, അതിലും വേറെ നോക്ക് എന്നുള്ള ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ അപ്പുറത്തേക്ക്, കാരണം അന്ന് അത് കഴിഞ്ഞപ്പോഴാണ് ലാലേട്ടനിലേക്ക് ഒരു ആക്സസ് കിട്ടിയത്. ഇവിടെ റീമേക്ക് വന്നപ്പോൾ സുരേഷ് ബാലാജി സാർ എന്നോട് ചോദിച്ചത്, ജിത്തു ഇത് നമുക്ക് തമിഴ് ചെയ്യുകയാണെങ്കിൽ ആരൊക്കെയാണ് ജിത്തുവിൻ്റെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓഫ് കോഴ്സ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യേണ്ടത് കമൽ സാറോ അല്ലെങ്കിൽ രജനി സാറോ ചെയ്യണം. പക്ഷെ അവർ രണ്ടും ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം അവർ രണ്ടുപേരെയും സിനിമ കാണിച്ചു. അപ്പോൾ രണ്ടുപേരും സിനിമ കണ്ടു. രജനി സാറ് കണ്ടിട്ട് രജനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ആ തല്ലുന്ന സീക്വൻസൊക്കെ വരുമ്പോൾ എങ്ങനെയാവുന്ന അദ്ദേഹത്തിൻ്റെ ഡൗട്ട്സ് ഉണ്ട്. അപ്പം ഞങ്ങളും ആലോചിച്ചു, ശരിയാ അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻസിൻ്റെ ഒരു രീതി അനുസരിച്ച്. അപ്പോൾ ഈ സൈഡിൽ കമൽ സാറും സിനിമ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ കമൽ സാറ് കണ്ടു, കമൽ സാറ് ഓക്കെയാണ് ചെയ്യാമെന്ന് പറയുകയും, ഈ സമയത്ത് രജനി സാറ് അവിടെ ആരോ പറഞ്ഞു അത് ചെയ്യണമായിരുന്നു അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ രജനി സാറ് തിരിച്ചു വരികയും ചെയ്തു. പക്ഷേ അന്നേരത്തേക്ക് ഇവിടെ കമൽ സാറിനുമായിട്ട് നമ്മൾ ധാരണയായി.